നാത്തൂന്മാർ, അതായത് ഭർത്താവിൻ്റെ ചേച്ചിയോ അനിയത്തിയോ ആരുമാകാം, ഇവർ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ഇതിനെ മറികടക്കണം? ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ണികൃഷ്ണൻ. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നാത്തൂൻ പോര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല, ഭയങ്കര വൃത്തികെട്ട ഒരു ഏർപ്പാടാണ്. പക്ഷേ നമുക്ക് നിവൃത്തിയില്ല, അനുഭവിച്ചേ പറ്റുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർ നിർത്തണ്ടേ. അതായത് ഭർത്താവിൻ്റെ പെങ്ങളോ ചേച്ചി ആരോ ആയിട്ടുള്ള ഒരാൾ, അവർ നിർത്തിയെങ്കിലല്ലേ നമുക്ക് നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായ അടച്ചു വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാനോ കച്ചറയ്ക്ക് ബഹളത്തിനോ പോകരുത് എന്നുള്ളതാണ്. അവർ എത്രത്തോളം നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും, എത്രത്തോളം നമ്മളെ സംസാരിപ്പിക്കാൻ ശ്രമിക്കുകയോ വഴക്ക് കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുക, അങ്ങനെ എന്ത് ചെയ്താലും ശരി, നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഇത് വായ അടച്ചു വെക്കുക. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്ന് അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിയിട്ട് ആ ബന്ധം കുളമാകരുതല്ലോ. കാരണം നിങ്ങൾക്ക് ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കോ വേണ്ടിയിട്ടുള്ളതല്ല നിങ്ങളുടെ ഈ ജീവിതം. വർഷങ്ങളോളം ജീവിച്ചു പോകാനുള്ളതാണ് നിങ്ങളുടെ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അച്ഛൻ, അമ്മ, ഭർത്താവിൻ്റെ അനിയത്തിമാർ, ചേച്ചിമാർ എല്ലാവരും നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വായിൽ നിന്ന് അരുതാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്കോ എന്തെങ്കിലും ഒരു വേടോ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി അവരുടെ മനസ്സിലൊരു മുറിവായിട്ടത് കിടക്കാൻ. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാം ശരിയായി, എല്ലാം തണുത്ത്, എല്ലാം ഒന്ന് നോർമലായി വന്നാൽ പോലും അന്ന് നിങ്ങളെ ഏൽപ്പിച്ച ആ മുറിവ് അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മിണ്ടാതിരിക്കുക, അതായത് വായ അടച്ചു പിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെന്തോ പറഞ്ഞോട്ടെ, അവർ പറയുന്നതിനെ നമുക്ക് മുഴുവനായിട്ട് മുഖവിലയ്ക്ക് എടുക്കേണ്ട. അതായത് നമുക്ക് പല കാര്യങ്ങളും ഇഷ്ടപ്പെടാത്തതും നമ്മൾ അപമാനിച്ചതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളത് മുഖവിലയ്ക്ക് എടുക്കാതെ നമ്മളത് മറന്നു കളയാൻ ശ്രമിക്കുക. അതായത് നമ്മളെന്തിനാ വെറുതെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് കൂടി ചീത്തയാക്കണം? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നല്ലൊരു ജീവിതമുണ്ട്. അതായത് ഞാൻ, എൻ്റെ ഒരു ഭർത്താവ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ചുറ്റുപാടുണ്ട്. നമ്മളെന്തിനാ ഇതിൻ്റെ ഇടയിലേക്ക് ഈ പെങ്ങന്മാരെല്ലാം വലിച്ചഴിക്കുന്നത്? അതുകൊണ്ട് അവർ പറയുന്ന കാര്യത്തിന് അർഹിക്കുന്ന ഒരു വില കൊടുത്തുകൊണ്ട് അവഗണിച്ച് കളയുക. അവർ പറയുന്ന മോശപ്പെട്ട കാര്യങ്ങളും നമ്മൾ അപമാനിച്ച കാര്യങ്ങളും നമുക്ക് ക്ഷമിച്ചു കൊടുക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തതായിട്ട് പറയാനുള്ളത്. അതായത് അവർ പറഞ്ഞ കാര്യങ്ങളെ മറന്നു കളയുക, രണ്ടാമത് ക്ഷമിച്ച് കളയുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാരാണ്, നമുക്ക് താല്പര്യമില്ലാത്ത ഒരാൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ പരമാവധി അങ്ങോട്ട് ഒഴിവാക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളോട് ഒഴിച്ചു നിർത്തും. അതിപ്പോൾ ഭർത്താവിൻ്റെ അനിയത്തി ആയാലും ശരി, ചേച്ചിയാണെങ്കിലും ശരി, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കും. നമ്മൾ കല്യാണത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണ്, ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ശരി, ഇയാളെ കൂട്ടില്ല. കാരണം എന്താ? നമുക്ക് സ്വസ്ഥതയില്ല, നമുക്കൊരു ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒഴിച്ചു നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലെ ആ കുട്ടി ഒറ്റപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ എന്തുണ്ടാവും? ആ കുട്ടിക്ക് നിങ്ങളോടുള്ള വാശി കൂടുകയേ ചെയ്യുള്ളൂ, ഒരിക്കലും കുറയില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട്, ഭർത്താവിൻ്റെ ചേച്ചിയാവാം അല്ലെങ്കിൽ അനിയത്തിയാവാം, ചിലപ്പോൾ നിങ്ങളുടെക്കാട്ടും പ്രായം കൂടുതലായിരിക്കാം, കുറവായിരിക്കും, എന്തായാലും ശരി, നിങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ആ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അല്പം ക്ഷമ കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനെല്ലാം വാളെടുക്കാൻ പോകാതെ ഒരല്പം ക്ഷമയോടെ കാത്തിരിക്കുക. കാരണം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ മാത്രമല്ല കാണുന്നത്, നിങ്ങളുടെ ഭർത്താവ് മാത്രമല്ല കാണുന്നത്, അച്ഛൻ കാണുന്നുണ്ട്, അമ്മ കാണുന്നുണ്ട്, ആ വീട്ടിലുള്ള ഒരുവിധം എല്ലാവരും കാണുന്നുണ്ട്, വേണമെങ്കിൽ ഫ്രണ്ട്സ് വരെ കാണുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെയും ഭർത്താവിൻ്റെ എല്ലാ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഇത് കാണുന്നുണ്ടായിരിക്കും, ഈ നാത്തൂന്മാരുടെ ഈ പോരെടുക്കുന്ന ഈ സ്വഭാവം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരല്പം ക്ഷമ പാലിച്ച് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. മറ്റൊന്നിനും കൊണ്ടല്ല, ഇതെല്ലാം കാണുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്ത് ഇത് എത്തിക്കും. അതായത് ഈ പെങ്ങളുടെ അടുത്ത് എത്തിക്കും, നീ ചെയ്യുന്നത് ശരിയല്ല, നീ ഇതൊന്ന് മാറ്റേണ്ടതാണ്, നീ ഇന്ന് തിരുത്തപ്പെടേണ്ടതാണ്, അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല, കാരണം അവർ നല്ല സ്ത്രീയാണ്, നല്ലൊരു കുട്ടിയാണ്, എന്തിനാ അവരെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കാക്കയും പൂച്ചയിട്ട് കരയിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർ അവളെ ഉപദേശിക്കാനും അവളെ നന്നാക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഒന്നിനും ഇറങ്ങിത്തിരിക്കാതെ ഒരല്പം ക്ഷമയോടെ കാത്തിരിക്കുക. മറ്റുള്ളവർ തന്നെ അവളെ തിരുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. എന്തുകൊണ്ടാണ് ഈ നാത്തൂന്മാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരമുണ്ട്.
അതിലത്തെ ഉത്തരങ്ങൾ പലർക്കും പലതായിരിക്കാം. പക്ഷെ പൊതുവായിട്ട് കാണുന്ന ചില ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഈ പെങ്ങന്മാർക്ക് പുതിയൊരാൾ, അതായത് ജ്യേഷ്ഠൻ്റെ ഭാര്യയായിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത്, പെങ്ങന്മാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ, എനിക്കിനി ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരിക്കുമോ, നാളെ മുതൽ ഞാൻ ഔട്ടാകുമോ, ഇനിയിപ്പോൾ എൻ്റെ ഒരു കല്യാണം എനിക്ക് ഭാവിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തുകൂടി പോകേണ്ടി വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആദ്യം തന്നെ വീട്ടിലെ സ്ഥാനം പോകുമെന്ന് പേടിച്ചിരിക്കുന്ന ഒരാൾക്കാണ് ഇനി കല്യാണം കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പൂർണ്ണമായിട്ടും പുറത്ത് പോകേണ്ടി വരും. ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ എന്തായി, ഈ വീട്ടിനകത്തുള്ള എൻ്റെ ഹോൾഡ് പോയി, എൻ്റെ കൺട്രോൾ പോയി, ഈ വീട്ടിലെ അമ്മയുടെ എന്താ പറയുക ചക്കരക്കുട്ടിയായിരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചിരുന്ന ആ വീട്ടിൽ നിന്ന് പുറത്താകുമോ എന്നുള്ളൊരു പേടിയാണ്. കാരണം എന്താ, ജ്യേഷ്ഠന് ഇനിയിപ്പോൾ ഭാര്യ മതി, പെങ്ങളെക്കുറിച്ച് എത്ര വലിയ ചിന്തയൊന്നും ഉണ്ടാകണമെന്നില്ല. കാരണം എന്താ, ഒരു പെണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൂടുതൽ കെയർ കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക എന്നെല്ലാം പറയുമ്പോൾ ഈ അനിയത്തി പാടെ അവിടെ നിന്ന് മാറുകയാണ്, അവളെ പിക്ചറിൽ നിന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി കൂടിയുണ്ട് ഈ വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ പെങ്ങന്മാർ ഇത്ര മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് എല്ലാം പോകുന്നത്. ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇനി സ്വത്ത് കിട്ടുമോ, സ്വത്തും കൂടി ഈ വന്ന ആളുകൾ തട്ടിയെടുക്കുമ്പോൾ അങ്ങനെയും കൂടിയുള്ള ചിന്തകളെല്ലാം പല പെങ്ങന്മാർക്കും ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ പെങ്ങന്മാർ മോശമായിട്ട് പെരുമാറുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 5 പോയിന്റ് അല്ലാതെ നാത്തൂൻ പോരിനെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഐഡിയാസോ അഭിപ്രായങ്ങളോ തോന്നുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർ ആരെങ്കിലും ഒന്ന് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. എങ്കിൽ ഇതുപോലുള്ള സൈക്കോളജി വീഡിയോസൊന്നും നിങ്ങൾക്ക് ഭാവിയിൽ മിസ്സാവുകയില്ല. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ.